നടി ലക്ഷ്മിപ്രിയയ്ക്കെതിരായ പരാതിയിൽ അൻസബയുടെ മൊഴി എറണാകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തും. ഇതിനായി അടുത്ത മാസം 29-ന് അൻസബ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അൻസബയുടെ പരാതി. എന്നാൽ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരുന്നില്ല. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. മറ്റൊരു കേസിൽ അഡ്ഹോക് കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാൻ ഇല്ലെന്ന് എറണാകുളം മുൻസിഫ് കോടതിയെ രമേശ് പിഷാരടി അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ പാലാരിവട്ടം പോലീസ് കേസെടുക്കാത്തൊരു പശ്ചാത്തലത്തിലാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. അവിടെ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെയും പാലാരിവട്ടം SHOയ്ക്കെതിരെയും ഗുരുതരമായ ആക്ഷേപം അവർ ഉന്നയിച്ചിരുന്നു, അൻസിബ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്? നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് അൻസിബയുടെ 2 പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടുണ്ട്. 3ാമത്തെ പരാതി, അതായത് അൻസിബയ്ക്കും ശ്വേതാ മേനോനുമെതിരായിട്ടുള്ള പരാതി, അതിൽ കേസെടുക്കാൻ കഴിയുന്ന പോലീസ് നിലപാട് സ്വീകരിക്കുന്നു. കാരണം അതൊരു സാധാരണഗതിയിലൊരു ആക്ഷേപം മാത്രമാണ്, സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല, അതുകൊണ്ട് കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസിൻ്റെ നിലപാട്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പാലാരിവട്ടം പോലീസിന് അൻസിബ നൽകിയ പരാതിയിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയ നൽകിയ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അൻസിബയെ അപകീർത്തികരമായിട്ടുള്ള, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയെന്ന് പറയുന്നത്. അതിനെ ഒത്താശ ചെയ്തത്, അല്ലെങ്കിൽ അതിനൊരു ഗൂഢാലോചന നടത്തിയത് ശ്വേതാ മേനോനും കൂടി ചേർന്നാണെന്നാണ് അൻസിബയുടെ പരാതിയിൽ പറയുന്നത്. പക്ഷെ പോലീസ് അത് പരിശോധിച്ചു. പ്രാഥമികമായ അന്വേഷണത്തിൽ അത് കേസെടുക്കാനുള്ള വകുപ്പുകളില്ല, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അൻസിബ പറയുന്ന തരത്തിലുള്ളൊരു സംഭവം ആ യൂട്യൂബ് ചാനലിൽ നൽകിയ വീഡിയോയിൽ ഇല്ല എന്നായിരുന്നു പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് അൻസിബ എറണാകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നത്. കോടതിയിൽ അത് പറയുന്നത് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരുന്നു അൻസിബ പരാതി നൽകിയത്. ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടും കേസെടുക്കാൻ പറ്റില്ല എന്ന പോലീസിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അൻസിബ കോടതിയെ സമീപിച്ചത്. എന്തായാലും ആ ഹർജിയാണ് ഇന്ന് പരിഗണിച്ചത്. അൻസിബയോട് നേരിട്ടെത്തി മൊഴി നൽകണം എന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിനാൽ അടുത്ത മാസം 29-ാം തീയതി അൻസിബ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. എന്തായാലും ഇതിലാണ് തുടർ നടപടികളുടെ ഭാഗമായാണ് കോടതി അൻസിബയോട് നേരിട്ട് എത്തുവാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അൻസിബ നേരത്തെ നൽകിയ പരാതികളിലൊന്നും തന്നെ പോലീസ് നൽകിയ ആദ്യ റിപ്പോർട്ടിൽ നേരിട്ട് കേസെടുക്കാൻ കഴിയുകയില്ല എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് മറ്റ് 2 കേസുകൾ, ടിനി ടോമിനെതിരായിട്ടുള്ള കേസ് ഉൾപ്പെടെ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നേരിട്ട് ഉത്തരവിട്ടതിനെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പക്ഷെ അപ്പോഴും അതിലെ അന്വേഷണങ്ങളെല്ലാം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളൊരു ആരോപണം കൂടി അൻസിബ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കേട്ടോ, തീർച്ചയായും ഇതിനകത്ത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെതിരെ പോലും അൻസിബ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്തായാലും അൻസിബയുടെ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, എന്തായാലും അൻസിബ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കേസും കൂടി ഇന്ന് കോടതി പരിഗണിച്ചിരുന്നു. അത് അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ നിന്നും രമേശ് പിഷാരടി പിന്മാറിയിരിക്കുകയാണ്. രമേശ് പിഷാരടി കോടതി അറിയിച്ചിരിക്കുന്നത് ശ്വേതാ മേനോൻ നൽകിയ പരാതിയിൽ അതിൽ മറ്റ് നടപടികളൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല. കാരണം അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും താൻ നേരത്തെ തന്നെ രാജിവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അതുകൊണ്ട് ആ കേസിൽ നിന്ന് പിന്മാറണം, ഈ ഹർജി പിൻവലിക്കുകയാണ് എന്നാണ് രമേശ് പിഷാരടി ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അമ്മ താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് കോടതികളിൽ ഉള്ളത്. പ്രത്യേകിച്ച് അൻസിബ 3 പരാതികൾ നൽകിയിട്ടുണ്ട്. അതിലാണിപ്പോൾ
കോടതി ഇത്തരത്തിലൊരു നേരിട്ട് മൊഴി നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും അൻസിബ ഈ കേസുകളിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. കേസുകളുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.